മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചർച്ച ചെയ്യാൻ സിപിഐയുടെ 2 ദിവസത്തെ സംസ്ഥാന കൌൺസിൽ ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സംസ്ഥാന കൌൺസിലിൽ പാർട്ടി സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയെപ്പറ്റി പരാമർശിക്കേണ്ടെന്ന് സിപിഐ എക്സിക്യൂട്ടീവിൽ ഇന്നലെ ധാരണയായിരുന്നു. ഡാൻ കുര്യൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. ഡാന്, ഇതിപ്പോൾ ഈ പാർട്ടി അതിദയനീയമായ തോൽവി നേരിട്ടതിന് ശേഷം സിപിഎമ്മിനുള്ളിലായിക്കോട്ടെ സിപിഐയിലായിക്കോട്ടെ വളരെ രൂക്ഷമായ വിമർശനം പല ഘട്ടത്തിലും മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്നത്, കീഴ്ഘടകങ്ങളിൽ നിന്ന് പോലും ഉയർന്നു വരുന്നതും പരസ്യമായി അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് പല നേതാക്കന്മാരും കടക്കുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടിംഗിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കേണ്ട എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം എന്താണ് അതിന് പിന്നിലെ ഒരു നീക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡാൻ. നമുക്കറിയാം, ജില്ലാ കൌൺസിലുകളിൽ സിപിഐയുടെ ജില്ലാ കൌൺസിലുകളിലായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമുയർന്നത്. ആ വികാരം തന്നെ സിപിഐയുടെ സംസ്ഥാന കൌൺസിലിലും ഉയർന്നുവരുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ അത് പരിഗണിക്കേണ്ടി വരും, അത് കൃത്യമായി പരാമർശിക്കേണ്ടി വരും. അങ്ങനെ ഒരു പരാമർശത്തിലേക്ക് കടക്കാതെ ഇരിക്കുന്നതിന് വേണ്ടി, അതായത് പാർട്ടിയെ സ്വയം ഒരു വിമർശനത്തിലേക്ക് നയിച്ചത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു ആയുധം കൈമാറേണ്ട ഒരു കാര്യത്തിലേക്ക് കടക്കേണ്ടെന്ന ഒരു തീരുമാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പേര് ഈ സംസ്ഥാന കൌൺസിലിൽ പരാമർശിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം അതോടൊപ്പം തന്നെ പ്രധാനമായി ഈ സാമുദായിക ധ്രുവീകരണം പാർട്ടിക്ക് എതിരായി സംഭവിച്ചു. ഇതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായി ഈ സിപിഐയുടെ സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ തോൽവിയിലേക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിലേക്ക് സിപിഎമ്മിനെ കൊണ്ടുചെന്നെത്തിച്ചത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ കൊണ്ടുചെന്നെത്തിച്ചത് എന്നൊരു വിലയിരുത്തലാകും ഉണ്ടാകുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം പ്രധാനമായി SFIക്കെതിരെ രൂക്ഷമായ വിമർശനം, SFIയുടെ ഈ ആക്രമണ ശൈലി അതിനെ അംഗീകരിക്കാനാവില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയിരുന്നു. അതിന് പൂർണ്ണമായ പിന്തുണയാണ് സിപിഐയുടെ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ ദേശീയ എക്സിക്യൂട്ടീവിന് ശേഷം എന്താണ്, അതായത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി പഠിക്കുന്നതിന് വേണ്ടി വിശദമായ സമിതി യോഗം, കൌൺസിൽ യോഗം ഈ സംസ്ഥാന യോഗത്തിന് ശേഷം, ഈ 2 ദിവസം നടക്കുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക യോഗം ചേരാനും സിപിഐ എക്സിക്യൂട്ടീവിൽ ധാരണയായിട്ടുണ്ട്. തീർച്ചയായും അതാണ് സിപിഐ എക്സിക്യൂട്ടീവ് യോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ. ഇനി നമ്മൾ പോവുകയാണെങ്കിൽ